എന്തോ എന്തായിരുന്നു അത്? സൂപ്പർ. താങ്ക് യു. ഡാൻസ് മസ്തി എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവനൊരു ഗ്യാപ്പ് പോലും ഇടാണ്ട് ഇങ്ങനെ പെർഫോം ചെയ്തോണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പൊക്കെ അടിപൊളി. എനിക്ക് ഒറ്റ കാര്യം വെക്കാനുള്ളൂ, ഉയിരിനെ വിളിക്കുമ്പോ ഉയിര് കേക്കണ്ടേടാ. പെട്ടെന്ന് മൈക്ക് ഇങ്ങനെ പോയപ്പോഴേക്ക് ഉയിര് കേക്കാത്ത പോലെ തോന്നിപ്പോയി. ബൈക്ക് ഇത് ഏത് ബൈക്കാടാ? ബുള്ളറ്റ്. ഇത് ബുള്ളറ്റ് ആണ്. അവര് ആ കമ്പനിക്കാര് കേസ് കൊടുക്കുന്നതിന്റെ പേരിൽ ഇവിടെ നിങ്ങാണ്ട് മോട്ടിച്ചോണ്ട് വന്നിട്ട്. ഓക്കെ, എന്തായാലും ഇത് ആരാ മൊത്തം പഠിപ്പിച്ചൊക്കെ തന്നത്? അത് ഷാഹുൽ അങ്കിളാണ്. ഷാഹുലേട്ടൻ. വീണ്ടും ആ പേര് ഇവിടെ മുഴുവൻ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ഷാൻ മസ്തിയോട് ചോദിക്കാം. നിവേദ അടിപൊളിയായിരുന്നടാ. താങ്ക് യു സാർ. ശരിക്കും ഉള്ളത് പറയട്ടെ, ഞാൻ നിവേദിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. ഇരുട്ടടി കിട്ടിയതുപോലെ അന്യായ റാപ്പ്. ശരത്തേട്ടനും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എനിക്കൊന്ന് മാമിനും ഉണ്ടാവും. ഈ ബൊമ്മകൾ എന്തിനാണ് അവിടെ തുടക്കത്തിൽ തൊട്ട് തൂക്കിയിട്ടത് എന്നുള്ളത് നമുക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. ഇനിയിപ്പം പാട്ട് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിള്ളേരായിട്ട് അവർക്ക് കൊടുക്കാനുള്ളതാണോ എന്നൊക്കെ ഞാൻ വ്യാകുലപ്പെട്ടു. കാരണം എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. കുറെ ഇങ്ങനത്തെ ബൊമ്മകൾ അവിടെ കെട്ടി തൂക്കിയിരിക്കുന്നു. പക്ഷെ പിന്നെ അതിലൂടെ ഇങ്ങനെ തൊട്ട് തലോടി പോയിട്ട് അവസാനം ആ ഹൃദയം എടുത്തപ്പോഴാണ് നമുക്ക് കാര്യം പിടികിട്ടിയത്. നിവേദ അടിപൊളിയായിരുന്നു. നിവേദ ഒരുവിധം നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട് നിവേദ്. കാരണം ഇത് ബുദ്ധിമുട്ടാണ്, ഈ ഒരു പാട്ട് ഇങ്ങനെ ഈ പറഞ്ഞാൽ ഇത്രയും പെർഫോമൻസോട് കൂടി പാടാനും പുൾ ഓഫ് ചെയ്യാന്ന് പറയുന്നത്. എസ്പെഷ്യലി റാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഒരുവിധം നമ്മളെ വീഴ്ത്താനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. അത് ഒരു 100% എത്തിയില്ലെങ്കിൽ അത് ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ എല്ലാം നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അലൈപ്പായതയുടെ ആൽബം ഇറങ്ങിയ സമയത്ത് ഈ പാട്ട് ആൽബത്തിൽ ഇല്ലായിരുന്നു. ഇറങ്ങിയ സമയത്തില്ലായിരുന്നു. പിന്നീട് എനിക്കൊന്ന് അത് സ്കോർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ആൽബം ഫുൾ നമുക്ക് എല്ലാവർക്കും മനപ്പാടായിട്ടുള്ള ഒരു ആൽബമാണ് അലൈപ്പയുടെ. എന്നിട്ട് പടം ഇറങ്ങിയിട്ട് ഈ പാട്ട് കേട്ടപ്പോൾ ചേട്ടാ ഈ പാട്ടില്ലേ, ഈ പാട്ട് എവിടെ പോയത്? കാരണം ഉഗ്രം പാട്ട്. ഇത് മാത്രം മതിയായിരുന്നു. കാരണം നമുക്ക് ഈ വെസ്റ്റേൺ സോങ്സിനോടുള്ള ഒരു ഭയങ്കര ഒരു ഇതുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് റാപ്പും ഇതൊക്കെ വന്നപ്പം ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരുന്നു. ആ ഒരു അലൈപ്പായതെന്ന് പറഞ്ഞ ആൽബം തന്നെ ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള ഒരു ആൽബം തന്നെയാണ് അത്. നിവേദ അടിപൊളിയായിരുന്നടാ, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. എല്ലാം അവസാനത്തെ മറ്റേ കർച്ചീഫ് എടുത്തിട്ടുള്ള അത് വൻ, അതായത് നിവേദ് ഷോ ആയിരുന്നു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. പ്രമദവനൊക്കെ പാടി നിവേദന. ഓക്കെ മക്കളെ, ചക്കരെ വണ്ടർഫുൾ മോനെ. ബ്യൂട്ടിഫുൾ. കാര്യം നമ്മൾ അത് രസിച്ച്, നിനക്ക് ആ ആറ്റിറ്റ്യൂഡ്, അത് പാട്ടിന് വേണ്ട ഒരു വികാരം ഉണ്ടാകും, അതാണ് വേണ്ടത്. പക്ഷെ എന്നാലും ഇതിന്റെ ഇടയ്ക്കൊക്കെ നീ ഞങ്ങളെ നോക്കുന്നതും ഞങ്ങൾ കണ്ടു. അതെ, അതിന് യാതൊരു മാറ്റമില്ല. അത് പക്ഷെ എന്നാലും മോനെ അത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. കാര്യം ഇതൊരു ഉഗ്രം പാട്ട് കിട്ടും, അത് ഒരു കിടുക്കാച്ചി പാട്ട്, നമുക്ക് വല്ലാത്തൊരു എനർജി തരുന്ന പാട്ടാണ്. അപ്പൊ അതിൽ കുറെ സന്തോഷം. പിന്നെ ഏത് സ്റ്റേജിലും വർക്കാവുന്ന ഒരു പാട്ട്. പിന്നെ എവിടെ കൊണ്ടിട്ട് പാടിയാലും ഇഷ്ടം പോലെ പാട്ടുകൾ പാടും. മക്കളെ ഉഗ്രായിരുന്നു. ഇത് ആരൊക്കെയാണ് ചെയ്തത്, ആരാ എഴുതി, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. ലിറിസിസ്റ്റ് വൈരാമുത്തു സാറ്. എന്താണ് മുത്തു? വൈരാമുത്തു അല്ല മോനെ, വൈരമുത്തു. പിന്നെ പാടിയത് പ്രവീൺ സാർ, ശങ്കർ മഹാദേവൻ സാർ, ക്ലിൻടോൺ സാറ്, പിന്നെ ശ്രീനിവാസ് സാർ, നമ്മുടെ അണ്ണാച്ചി കിണ്ണാച്ചി. പിന്നെ മ്യൂസിക് എ ആർ റഹ്മാൻ. അത് പറയേണ്ട കാര്യമില്ല, സൂപ്പർ ബ്യൂട്ടിഫുൾ. ഫിലിം അലൈപ്പായത്. മക്കളെ നന്നായിട്ട് ആ റാപ്പ് പോർഷൻ വണ്ടർഫുൾ. മോനെ ആ എൻട്രൻഡ്രോ ഒന്ന് പാടിക്കേ. അത് ഒറിജിനൽ ഇല്ലല്ലോ. ഇല്ല, ഞാൻ വേറൊരു സാധനം അത് കഴിഞ്ഞിട്ടുള്ളത്. ഉന്ന കയ്യോ അല്ല ഹയ്യോ അല്ല, രണ്ടിന്റെ ഇടയെ പറ. അതിനൊരു വേണ്ട ഒരു വിബ്രാറ്റം ഉണ്ടടാ. അടുത്ത പുന്നഹൈ എപ്പോ പിന്നെ അത് പറയല്ലേ. പിന്നെ
അമ്മൻ എന്തേ വേറെ നോട്ടല്ല അത് കേട്ടോ, അത് മനസ്സിലായിക്കോളാം. ഇപ്പൊ മോനെ ഞാൻ പറഞ്ഞ ദരീനേ ദേ ലേ ദേ ആ അത് വെറും ലേ എന്ന് പറയാൻ നമ്മൾ അവസാനം ഗരിച്ച നീച്ച ഗരിച്ച ഗരിച്ച നീച്ച എന്ന് നമ്മൾ പാടേണ്ടി വരും സ്വരവും കൂടെ. അതല്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ചുമ്മാതെ നീ ഒന്ന് ഇതറിയാൻ വേണ്ടി. ആയതുകൊണ്ട് ആ അല്ല അവന് ചിരിയും വരുന്നു. അവൻ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറിന്റെ കൊടുമുടി അവൻ. അങ്ങനെ അതുപോലെ ഓ വാനമേ എന്താണ് നീ പാടിയത്? ഇല്ലയോ മക്കളെ എല്ലയോ എല്ലൈ വാനമാണോ ലിമിറ്റ്ലെസ് ആണ്. ബോർഡർ ഇല്ലാത്തതാണ് വാനം. വാനം അങ്ങനെ. വാനമേ എല്ലയോ ഇല്ലയോ മീൻസ് ഇല്ല. ആ ഇല്ല എന്ത് ഇല്ലോന്ന് ഇല്ലെന്ന് ചോദിക്കുന്നതാ. വാനമേ എല്ലയോ അത് ആകാശമാണോ നമ്മുടെ ലിമിറ്റ് എന്നുള്ളതാണ്. അപ്പൊ അത് എല്ലൈ കേട്ടോ. ഓക്കെ സർ. എലിന്ന് അങ്ങനെ എഴുതുന്ന റാറ്റ്. എലിന്ന് എഴുതാൻ പറയുന്നത് എന്തോന്നടാ, അതിന്റെ ഇംഗ്ലീഷ് അല്ല. ഇംഗ്ലീഷ് സ്പെല്ലിംഗിൽ എങ്ങനെ എഴുതുന്നു? എലി. അപ്പൊ ELI. അത് അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ അത് എന്താണ് പ്രൊണൗൺസിയേഷൻ? എ എന്നാണ് അല്ലേ? അല്ലെ എലി എന്നുള്ള അലി എന്ന് എഴുതുമോ? എന്റെ മാനേജർ എനിക്ക് അയച്ചിട്ടുണ്ട്, ശരത്തേട്ടാ ഞാൻ അത്തി എന്ന് ATH അത്തി എ എന്നെഴുതിയപ്പോ എ എന്ന് തന്നെ എത്തി എന്ന് തന്നെ ആ വിചാരിച്ചത്. അവനെ പിന്നെ ഞാൻ 2 തെറിയൊക്കെ വിളിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അപ്പം മക്കളേക്ക് എന്തൊക്കെയായാലും നീ കലക്കി പൊളിച്ചടാ. നിന്റെ ആ ബൈക്കും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തത്തിൽ. അതെല്ലാം മോനെ ക്ഷീണവുമില്ല. നീ ഇത്രയും കിടന്ന് തുള്ളിച്ചാടിയിട്ടും നിനക്കങ്ങനെ കുറെ ഉള്ളിക്കൊടവയറുള്ളവനുമാ. എന്നാലും അതൊക്കെ വെച്ചിട്ട് നീ ഇത്രയും ചെയ്തല്ലോ. ബ്യൂട്ടിഫുൾ മക്കളെ. ഐ ലവ് യു ഡാ. I love you too. ഓക്കെ താങ്ക് യു ശരത് സാർ. ചേച്ചി നിവേദ് എന്തോ ഉഗ്രൻ പെർഫോമൻസ്. താങ്ക് യു മാം. ഇത് നല്ല എഫേർട്ടായിരുന്നു കേട്ടോ. ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് പാടണം. പിന്നെ അഫ്കോഴ്സ് നമ്മുടെ സെറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ എൻറ്റയർ കൊറിയോഗ്രഫി എല്ലാവർക്കും ഒരു വലിയ കൈയടി തരണം. അതൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെ റാപ്പ് ചെയ്തത് ആ മുഴുവൻ ആ കൊറിയോഗ്രഫി ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. അത് നമുക്ക് പാടണം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മുട്ടുകുത്തി എന്തോ ചെയ്തു. അതെ 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 അത് ജാസ് സ്റ്റെപ്പ്. പിന്നെ പല കാര്യങ്ങൾ ചെയ്തു അല്ലെ. ജസ്റ്റ് അവിടെ പോയി ഇവിടെ വന്നു, മൂവ്മെന്റ് ഒരുപാട് ഇവിടെ അവിടെ. പിന്നെ ഇടയ്ക്ക് പാടണമല്ലേ അത്. എന്നാലും മോന് ഒരു നല്ല രീതിയിൽ മാനേജ് ചെയ്തു കേട്ടോ. താങ്ക് യു മാം. അഫ്കോഴ്സ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്, അത് മനസ്സിലായി നമുക്ക്. പക്ഷെ ഇത് പെർഫോമൻസ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. നമുക്ക് വെറുതെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നമുക്ക് പാടണമെങ്കിൽ അതിനു വേണ്ടി ഒരു ശ്രമം നടത്തണം കേട്ടോ. ഇപ്പൊ നമ്മള് വെസ്റ്റേൺ ഡാൻസസ് ഒക്കെ മൈക്കിൾ ജാക്സൺ ഒക്കെ അവരുടെ എത്ര ഒരു പ്രിപ്പറേഷൻ ആണ് ഒരു പെർഫോമൻസ് ചെയ്യണമെങ്കിൽ. എങ്ങനെയാണ് പൊസിഷൻ. ഈ ലാസ്റ്റ് ദിസ് ഇസ് ഇറ്റ് നോക്കിയിട്ടുണ്ടോ വീഡിയോ? മൈക്കിൾ ജാക്സൺ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോ അല്ല അവരുടെ ലാസ്റ്റ് പെർഫോമൻസിനെ ഫുള്ളി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അവര് 3 മാസം മുമ്പ് തന്നെ ആ സ്റ്റേജില് എങ്ങനെ പെർഫോമൻസ് ആണ്, എവിടെ പൊസിഷൻ ആണ്, ഓരോ പാട്ടിന്റെ ഇത്ര ഡീറ്റെയിലോടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഡാൻസ് ചെയ്യുന്ന കാര്യം അത് ജസ്റ്റ് വെറുതെ ഫന്നൊന്നുമല്ല. പക്ഷെ ചെറിയ ഒരു ടൈത്തില് ഇങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്ത് മോൻ ഇത്രയും ശ്രമിച്ചത് മൈ ഗോഡ് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ജോബ്. താങ്ക് യു മാം. ബട്ട് ഈ റാപ്പെന്ന് പറയുന്ന കാര്യം റാപ്പ് ക്യൂട്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടി വാക്കുകളുടെ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി ഉണ്ടാവുമായിരുന്നു. പക്ഷെ നിവേദിന്റെ ടോൺ മൈ ഗോഡ് യുവർ വോയിസ് വോക്കൽ ടോൺ വാസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ഫോർ ദിസ് സോങ്. അത് മോൻ തന്നെ ഈ പാട്ട് പാടാന്ന് എന്നെ അങ്ങനെ തോന്നി. അത്രയും മനോഹരമായിരുന്നു ആ വോക്കൽ ടോൺ. പക്ഷെ ഈ പാട്ടിന്റെ ആറ്റിറ്റ്യൂഡ് അവൾ പറഞ്ഞു അല്ലേ, ഇപ്പോൾ വെസ്റ്റേൺ പാടുമ്പോൾ ഒരു സംഗതി നമ്മുടെ എങ്ങനെ ആ സംഗതി என்றென்றும் புன்னகை முடிவிலா புன்னகை இன்று நான் மீண்டும் மீண்டும் பிறந்தேன் ஒரு துளி பார்வையிலே. ஓ என்னுயிரே, ஓ என்னுயிரே, தீம் தீம் தரன தீம் தரன ஓ காதலையோ. ஓ தீம் தீம் தரன தீம் தரன ஓ வானமே
അല്ല ഈ വാക്ക് പറയുന്ന രീതി, പിന്നെ നമ്മൾ സംഗതി പാടുന്ന രീതി, അതൊക്കെ ഒരു ജോണർന്ന് പറയുമ്പം അത് കുറച്ച് ഡിഫറെന്റ് ആവും. ഇപ്പൊ മോനെ ആ ട്യൂണ് പിടിച്ചിട്ടുണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈ എൻട്രും പാടുമ്പം എന്തോ ഒരു ഫീലാണ്. അപ്പൊ അത് മുഴുവൻ പാട്ടിൽ അങ്ങനെ കിട്ടിയാൽ കിടിലനായിരിക്കും. ഓക്കെ, ബട്ട് യു ആർ എ കിടിലൻ. കിടു അപ്പൊ നിവേദുട്ടാ നല്ല കമന്റ്സ്. നമുക്കിനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ഷാനിക. നിവേദ് 9. താങ്ക് യു സർ. ശരത് സർ. യെസ് ബോസ്. മാർക്ക്. ശരത് സാർ. മക്കളെ ഞാൻ വേറെ മാർക്ക് പറയുന്നതിന് ഒരു കാര്യം. മോനെ മൈക്കിൾ ജാക്സന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഓ നീ ചുമ്മാ പറയാണോ? അതെ, അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡിംഗ് സെഷൻ ഉണ്ട്. വി ആർ ദ വേൾഡ് എന്നുള്ള പാട്ട് അദ്ദേഹം പാടുന്നത് പല ഏരിയയിലും നിർത്തി പാടിക്കുന്നുണ്ട് എഞ്ചിനീയർ. പക്ഷെ അത് തുടങ്ങുന്ന ആ ഒരു ഏരിയ വളരെ ഒരു ട്രിക്കി പ്ലേസിലാണ് തുറക്കും. പക്ഷെ അദ്ദേഹം പാടുന്നത് ആ ശരീരം മുഴുവനുണ്ടോ ആ ഗ്രൂ മൈക്കിൾ ജാക്സന്റെ. അത് നിൽക്കുമ്പോൾ ഓരോ ചലനങ്ങൾ ശ്വാസം എടുക്കുന്നവരെ ആ താളത്തിലാണ്. അങ്ങനെ ഒരു മനുഷ്യൻ, അത് ഒരു 100 കോടി ജന്മങ്ങളിൽ ഒന്നേ ഉള്ളൂ. അതേ ഉള്ളൂ മൈക്കിൾ ജാക്സൺ. അത് ഒരു നിവർത്തിയില്ല. അതൊക്കെ കാണുക കേട്ടാ. ഓക്കെ, നിനക്ക് ഞാൻ 9.5 മാർക്ക് തരും. സീരിയസ്ലി? Yeah, I'm damn serious. സൂപ്പർ. അഞ്ജേച്ചി. So total 18.5 മാർക്സ്. ഇത് പാട്ടിന് മാത്രമല്ല, അവന്റെ കംപ്ലീറ്റ് പെർഫോമൻസ് ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നിവേദ് നമ്മളെ ഒരു സെയിം ടൈപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നാളുകളായിട്ട്. ഇത് അതിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു സ്വിച്ചാണ് വന്നിരിക്കുന്നത്. ടോണൊക്കെ മാറ്റി അപ്പൊ ഈ പാട്ടിന് വേണ്ട ഒരുപാട് സംഭവങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് പോലും ഇടാതെ പെർഫോം ചെയ്തു പാട്ടിന്റെ ഇടയിൽ. ഫുൾ ടൈം. അതെ, സമ്മതിച്ചു മക്കളെ. സൂപ്പർ. താങ്ക് യു സർ. 18.5 മാർക്സ്. അടിപൊളി. നമുക്ക് ഒരു ഷാൻ മസ്തി ആയാലോ? ഷാൻ മസ്തി അത് അടുത്ത എപ്പിസോഡ്. അല്ല, ഇതാണ് തുടക്കത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരു ഇൻസ്പിറേഷൻ വേണം. ഷാൻ മസ്തി. ഒരു കൈ പോലെ അവിടെ പോയിട്ട് അല്ലേ നമുക്ക് നിവേദന വേണ്ടി ചെയ്യണ്ടേ ഇതൊക്കെ? അയ്യോ, പിന്നെ ഇതേ പാട്ടിന്റെ ഒരു ഡാൻസ്. നമ്മുടെ ഷാനിക്ക പറഞ്ഞ പോലെ വരുന്നുണ്ടോ ഡാൻസ് കളിക്കാനായിട്ട്? ഓ, ഷാനിക കറക്റ്റ് ലുക്കില്, പാട്ടിന് പറ്റിയ ലുക്കില്. ഓക്കെ, ഇപ്പോഴെങ്കിലും ആ ഓർക്കസ്ട്ര നിർത്തിയതിന് താങ്ക് യു സോ മച്ച്. ഡാൻസ് കഴിഞ്ഞിട്ട് 1.5 വർഷമായി. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഷാന്റെ അടുത്തൊക്കെ കുശുമ്പാ സത്യം ഡാൻസ് ചെയ്യുന്നത്. ഉള്ള സത്യം പറയാം. ഷാനെ താങ്ക് യു ഷാനിക്ക. സൂപ്പർ. ഷാനെ സൂപ്പർ. ഷാനെ